ഭൂമുഖത്തെ ഏറ്റവും വലിയ ജീവിയാണ് കടലിൽ ജീവിക്കുന്ന സസ്തനിയായ നീലത്തിമിംഗലം. ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ ജീവിയായി കരുതപ്പെടുന്ന നീലത്തിമിംഗലങ്ങൾക്ക് 35 മീറ്റർ നീളവും 181 മെട്രിക് ടണ്ണിലധികം ഭാരവും ഉണ്ടാകാം. നീണ്ട ശരീരപ്രകൃതിയുള്ള നീലത്തിമിംഗലങ്ങളുടെ ശരീരം നീല കലർന്ന ചാരനിറത്തോടുകൂടിയാണ് ഉണ്ടാവുക. ശരീരത്തിന് അടിഭാഗത്തേക്ക് നിറം കുറവായിരിക്കും. ഇവയ്ക്ക് വീണ്ടും കുറഞ്ഞത് 3 ഉപജാതികളെങ്കിലും ഉണ്ടെന്ന് കരുതുന്നു. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലും വടക്കൻ പസഫിക് മഹാസമുദ്രത്തിലും കാണുന്ന BM മസ്കുലസ്, ദക്ഷിണ സമുദ്രത്തിൽ കാണുന്ന BM ഇന്റർമീഡിയ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന കുള്ളൻ നീലത്തിമിംഗലം എന്നിവയാണ് വകഭേദങ്ങൾ. തിമിംഗലവേട്ട ആരംഭിക്കുന്നതിന് മുൻപ് 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെ ഏതാണ്ട് എല്ലാ മഹാസമുദ്രങ്ങളിലും നീലത്തിമിംഗലങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നു. അന്റാർട്ടിക് പ്രദേശത്തായിരുന്നു ഇവയെ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിരുന്നത്. ഏകദേശം 2,39,000 എണ്ണം വരെ. പിന്നീടുണ്ടായ 40 കൊല്ലങ്ങളിൽ തിമിംഗല വേട്ടക്കാർ ഇവയെ വൻതോതിൽ വേട്ടയാടുകയും വംശനാശത്തിന്റെ വക്കിലെത്തിക്കുകയും ചെയ്തു. 1966-ൽ അന്താരാഷ്ട്ര സമൂഹം ഇതിനെതിരെ രംഗത്ത് വരികയും നീലത്തിമിംഗലങ്ങളെ വേട്ടയാടുന്നത് നിരോധിക്കുകയും ചെയ്തു. 2002-ലെ ഒരു കണക്ക് പ്രകാരം 5,000 മുതൽ 12,000 വരെ നീലത്തിമിംഗലങ്ങൾ ഇന്ന് ലോകത്ത് 5 സ്ഥലങ്ങളിലായി ശേഷിക്കുന്നു. എന്നാൽ പിന്നീട് നടന്ന ചില പഠനങ്ങൾ ഈ കണക്ക് വളരെ കുറവാണെന്ന് സമർത്ഥിക്കുന്നുണ്ട്. അന്റാർട്ടിക് കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമായി ഇന്നിവിടെ ഏകദേശം 2,000 എണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത്. മറ്റു തിമിംഗലങ്ങളെ അപേക്ഷിച്ച് നീണ്ടതും കൂർത്തതുമായ ശരീരപ്രകൃതിയാണ് നീലത്തിമിംഗലങ്ങൾക്കുള്ളത്. മറ്റു തിമിംഗലങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഇവയുടെ ശരീരം വലിച്ചു നീട്ടിയതുപോലെ തോന്നും. പരന്ന് കുതിരലാടത്തിന്റെ ആകൃതിയിലുള്ള തലയിൽ ശ്വസനദ്വാരത്തിനടുത്ത് മേൽചുണ്ടിനു മുകളിലായി ഒരു ശിഖരം കാണാവുന്നതാണ്. വായയുടെ മുൻഭാഗം കട്ടിയുള്ളതാണ്. മേൽത്താടിയിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന നിലയിലുള്ള ചീപ്പ് ഫലകങ്ങൾ ഉള്ളതിനാലാണിത്. 1 മീറ്ററോളം നീളവും 300ഓളം എണ്ണവുമുള്ള പാളികളാണിവ. മേലെണ്ണാക്കിൽ 1/2 മീറ്റർ നീളമുള്ള 60 മുതൽ 90 വരെ പൊഴികൾ അകത്തേക്ക് കാണാം. ഭക്ഷണത്തോടൊപ്പം ഉള്ളിൽ ചെല്ലുന്ന ജലം പുറന്തള്ളാനാണ് ഈ ചാലുകൾ ഉപയോഗിക്കപ്പെടുന്നത്. മുതുകിലെ ചിറക് ചെറുതാണ്. ജലോപരിതലത്തിൽ കുതിക്കുന്ന അവസരങ്ങളിൽ മാത്രമേ ഇവ സാധാരണഗതിയിൽ കാണാൻ കഴിയൂ. ശരീരത്തിന്റെ 4/1 ഭാഗം കഴിയുന്നിടത്തായി ഇവ കാണപ്പെടുന്നു. ഓരോ ജീവിയിലും ഇതിന്റെ ആകൃതി വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ കണ്ടുപിടിക്കാൻ തന്നെ പ്രയാസമായ തരത്തിൽ ഒരു മുഴ മാത്രമേ ഉണ്ടാവാറുള്ളൂ. എങ്കിലും ചിലതിൽ വളരെ വലുപ്പത്തിൽ തന്നെ കാണപ്പെടുന്നു. ശ്വസനത്തിനായി ജലോപരിതലത്തിലെത്തുന്ന നീലത്തിമിംഗലങ്ങൾ അവയുടെ മുതുകും ശ്വാസം വിടുന്ന കുഴലും മറ്റു വൻതിമിംഗലങ്ങളായ ഫിൻ, സെയ് മുതലായവയെക്കാളും ഉയർത്താറുണ്ട്. ഈ ശൈലി ഇവയെ മറ്റു തിമിംഗലങ്ങളിൽ നിന്നും തിരിച്ചറിയുവാൻ സഹായിക്കുന്നു. വടക്കൻ അറ്റ്ലാന്റിക്കിലും വടക്കൻ ശാന്തസമുദ്രങ്ങളിലും കാണപ്പെടുന്ന ചില നീലത്തിമിംഗലങ്ങൾ അവയുടെ ത്രികോണാകൃതിയിലുള്ള വാലും ഉയർത്തിപ്പിടിക്കുവാറുണ്ട്. ശ്വസന സമയത്ത് നീലത്തിമിംഗലങ്ങൾ 12 മീറ്റർ വരെ ഉയരമുള്ള ജലസ്തംഭം സൃഷ്ടിക്കാറുണ്ട്. ഇവയുടെ ശ്വാസകോശം 5,000 ലിറ്റർ വ്യാപ്തമുള്ളതാണ്. നീലത്തിമിംഗലങ്ങൾക്ക് 2 ശ്വസനദ്വാരങ്ങളാണുള്ളത്. ഇവ ഒരൊറ്റ അടപ്പ് ഉപയോഗിച്ച് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വശങ്ങളിലെ പങ്കായ ചിറകുകൾക്ക് 3 മുതൽ 4 മീറ്റർ വരെ നീളമുണ്ടാകും. ഇവയുടെ മുകൾ ഭാഗം വെളുത്ത അരികോട് കൂടിയ ചാരനിറത്തിലാണുള്ളത്. കീഴ്ഭാഗം വെളുത്ത നിറമായിരിക്കും. നീലത്തിമിംഗലത്തിന്റെ തലയും വാലും ഒരുപോലെ ചാരനിറം തന്നെ. പുറം ഭാഗങ്ങളും ചിലപ്പോൾ വശച്ചിറകുകളും നിറം പടർന്ന് കാണാറുണ്ട്. ഇവ ഓരോന്നിലും വ്യത്യസ്ത അളവുകളിലാണുള്ളത്. നീന്തുമ്പോൾ ചെറിയ ദൂരത്തിൽ നീലത്തിമിംഗലങ്ങൾക്ക് 50 കിലോമീറ്റർ വരെ വേഗത ആർജിക്കുവാൻ കഴിയും. പ്രത്യേകിച്ചും മറ്റു തിമിംഗലങ്ങളുമായി നീന്തുമ്പോൾ സാധാരണ വേഗത 20 കിലോമീറ്റർ ആണ്. ഭക്ഷണ സമ്പാദനത്തിനായി മണിക്കൂറിൽ 5 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കാറ്. നീലത്തിമിംഗലങ്ങൾ സാധാരണയായി ഒറ്റയ്ക്കോ മറ്റൊരു തിമിംഗലവുമായാണ് കഴിയുന്നത്. എന്നാൽ ഈ സഹയാത്രികർ വളരെ കാലം ഒരുമിച്ചുണ്ടാവുമെന്നോ മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ വച്ചു പുലർത്തുമെന്നോ അറിവില്ല. ഭക്ഷണം നന്നായി ലഭിക്കുന്ന സാഹചര്യത്തിൽ ചെറിയ സ്ഥലത്തു തന്നെ 50 നീലത്തിമിംഗലങ്ങൾ വരെ കാണാൻ സാധിക്കും. എങ്കിലും മറ്റു ബലീൻ വർഗങ്ങളെ പോലെയുള്ള വലിയതും ഇടപിരിയാത്തതുമായ സംഘങ്ങളായി കാണപ്പെടാറില്ല. ഭീമാകാരം മൂലം നീലത്തിമിംഗലങ്ങളുടെ അളവുകൾ എടുക്കുക എന്നത് ശ്രമകരമായ ഒരു ഏർപ്പാടാണ്. തിമിംഗല വേട്ടക്കാർ കൊല്ലുന്നവയെ മുറിച്ചാണ് അളവെടുക്കുന്നത്. ഇതിനിടയിൽ രക്തവും മറ്റു ശരീരദ്രവങ്ങളും ചോർന്നു പോകുന്നതിനാൽ ശരീരഭാരം കണക്കാക്കുന്നതിൽ പിഴവുകൾ ഉണ്ടാകുന്നു. എന്നിരുന്നാലും 27 മീറ്റർ വരെ നീളമുള്ളവയ്ക്ക് 150 മുതൽ 170 വരെ ടൺ ഭാരമുണ്ട്.
30 മീറ്റർ നീളമുള്ള ഒരു നീലത്തിമിംഗലത്തിന് 180 ടൺ ഭാരമുണ്ടാകുമെന്ന് ദേശീയ സമുദ്ര സസ്തനി പരീക്ഷണശാല പ്രതീക്ഷിക്കുന്നു. ഇന്ന് വരെ ഭൂമിയിൽ ജീവിച്ച ജീവികളിൽ ഏറ്റവും വലുതാണ് നീലത്തിമിംഗലം എന്നാണ് കരുതപ്പെടുന്നത്. ഏറ്റവും വലിയ ഡൈനോസർ ആണെന്ന് കരുതുന്ന അർജന്റീനോസോറസ് പോലും 90 ടൺ മാത്രമായിരുന്നു ഭാരമുണ്ടായിരുന്നത്. ഏറ്റവും വലിയ നീലത്തിമിംഗലം ഏതായിരുന്നു എന്ന കാര്യത്തിലും അത്ര കൃത്യതയില്ല. ഒരു നീലത്തിമിംഗലത്തിന്റെ നാവ് 2.7 ടൺ ഭാരമുള്ളതായിരിക്കും. പൂർണ്ണമായും തുറന്ന വായിൽ 90 ടൺ ഭക്ഷണവും വെള്ളവും കൊള്ളും. എന്നിരുന്നാലും ഒരു വോളിബോൾ പന്തിനേക്കാളും വലിയ ഒന്നിനെയും വിഴുങ്ങുവാൻ ഇവയ്ക്ക് സാധിക്കില്ല. ഒരു പരിധിയിൽ കൂടുതൽ വലിപ്പമുള്ള ഒന്നിനെയും വിഴുങ്ങാൻ സാധിക്കില്ല. നമ്മൾ മനുഷ്യരെ പോലും ഇവയ്ക്ക് വിഴുങ്ങാൻ സാധിക്കുന്നതല്ല. ഇവയുടെ ഹൃദയം 600 കിലോഗ്രാം ഭാരമുള്ളവയാണ്. നീലത്തിമിംഗലത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് ആദ്യ 7 മാസങ്ങളിൽ 400 ലിറ്റർ പാൽ വീതം വേണം കുടിക്കുവാൻ. ഓരോ 24 മണിക്കൂറിലും ഈ കുഞ്ഞിന്റെ ഭാരം 90 കിലോ വെച്ചാവും കൂടുക. പ്രസവ സമയത്തു തന്നെ കുട്ടിക്ക് 2700 കിലോ ഭാരമുണ്ടാകും. ഇത് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഹിപ്പോപ്പൊട്ടാമസിന് തുല്യമാണ്. നീലത്തിമിംഗലങ്ങൾ ചെമ്മീൻ പോലുള്ള പുറന്തോടുകളുള്ള ജീവികളെയാണ് ആഹാരമാക്കുക. ഈ ഭക്ഷണത്തിലും സമുദ്രഭേദമനുസരിച്ച് വ്യത്യാസമുണ്ട്. ചെമ്മീൻ വർഗത്തിലെ ക്രിൽ ജീവികളുടെ കനത്ത സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാത്രമേ തിമിംഗലങ്ങൾ ആഹാര സമ്പാദനം നടത്താറുള്ളൂ. ചിലപ്പോൾ ഒരു ദിവസം തന്നെ 3600 കിലോഗ്രാം ഭക്ഷണം അകത്താക്കാറുണ്ട്. സാധാരണ പകൽ സമയങ്ങളിൽ 100 മീറ്റർ ആഴത്തിലെങ്കിലും ആവാം ഇര തേടുക. ഭക്ഷണ സമ്പാദന സമയത്ത് 10 മുതൽ 20 മിനിറ്റ് വരെ ഇവ മുങ്ങിക്കിടക്കാറുണ്ട്. ക്രില്ലുകളും മറ്റു ജീവികളും അടക്കം വലിയ അളവ് ജലത്തെ തിമിംഗലങ്ങൾ വായിലേക്ക് എടുക്കുകയും പിന്നീട് വായിലെ ബലീൻ ചാലുകൾ ഉപയോഗിച്ച് ജലം പുറന്തള്ളുകയും ചെയ്യുന്നു. വായിൽ അവശേഷിച്ച ജീവികളെ അപ്പാടെ വിഴുങ്ങുന്നു. ക്രില്ലുകൾക്ക് പുറമെ ചെറു മത്സ്യങ്ങളും കക്കകളും ചെറു നീരാളികളുമെല്ലാം വയറ്റിലെത്താറുണ്ട്. 2.5 ടൺ ഭാരമെങ്കിലും ഉണ്ടാവുന്ന കുഞ്ഞിൻ തിമിംഗലങ്ങൾക്ക് 7 മീറ്ററോളം നീളമുണ്ടാകും. ദിവസവും 380 മുതൽ 570 ലിറ്റർ വരെ പാൽ കഴിക്കും. കട്ടിയാഹാരങ്ങൾ കഴിക്കാൻ തുടങ്ങുന്നത് 6 മാസമാകുമ്പോഴാണ്. അപ്പോഴേക്കും കുഞ്ഞു ജനിച്ച സമയത്തിനേക്കാൾ ഇരട്ടി നീളം വച്ചിരിക്കും. പെൺതിമിംഗലങ്ങൾ 5 വയസ്സാകുമ്പോഴേ പ്രായപൂർത്തിയാകുന്നു. അപ്പോൾ ഇവയ്ക്ക് 21 മീറ്റർ നീളമുണ്ടാകും. ആൺതിമിംഗലങ്ങൾ 8 മുതൽ 10 വയസ്സ് വരെ ആകുമ്പോഴേക്കും പ്രായപൂർത്തിയാകുന്നു. അപ്പോൾ അവയ്ക്ക് 20 മീറ്റർ നീളമുണ്ടാകും. നീലത്തിമിംഗലങ്ങൾ 80 കൊല്ലമെങ്കിലും ജീവിച്ചിരിക്കാറുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടുന്നു. എന്നിരുന്നാലും വ്യക്തിഗതമായ രേഖകൾ തിമിംഗല വേട്ടക്കാലത്തിന് മുൻപ് മുതൽ ഇല്ലാത്തതിനാൽ ഇനിയും കുറെ കാലം കൂടി കഴിയാതെ തിമിംഗലത്തിന്റെ ആയുസ്സിനെ പറ്റി ആധികാരികമായി പറയാനാകില്ല. വടക്കുകിഴക്കൻ പസഫിക് സമുദ്രത്തിൽ 34 വർഷമാണ് നേരിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ ജീവിതകാലം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.